അടി ഉണ്ടാകല്ലേ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നല്ല ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐഷയുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഐഷ ഇത് കൊറോണ ടൈമിൽ കണ്ടുപിടിച്ചതാണ്. ഐഷ കമ്മിയാർ എവിടെ കാണട്ടെ. നമ്മൾ രണ്ടും കൂടിയാണ് കുക്ക് ചെയ്യാൻ പോണത്. നമ്മളെ ചിക്കൻ കഴുകി വെച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ശരിയല്ലേ ബീഫ് ഉണ്ട്, പക്ഷെ ചിക്കനാണ് ഗൈസ്. അപ്പം നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് പറയൂ? മുളക് പൊടി എത്ര അറിയില്ല, നോക്കാം. അവക്ക് എൻ്റെ തീരുമാനമില്ല. ഇപ്പോൾ ഒരു സ്പൂൺ ആയിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്തോട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് പറയൂ? കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ്. എടാ ഇതിന്റെ പേര് അറിയാണ്ടാണോ നീ പൊടി ആഡ് ചെയ്യുന്നത്? മണത്ത് എനിക്ക് മനസ്സിലാവും. ഇതെന്തോ വേറോ വിചിത്ര ജീവിയ കഴിഞ്ഞ ജന്മത്തില്. അപ്പൊ ഒരു ഇച്ചിരി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാൻ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഐഷ എണ്ണ എടുക്കാൻ വേണ്ടി ഓടിപ്പോയിരിക്കാണ്. ഇപ്പോൾ വരും. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. ഒരു ഇച്ചിരി ആഡ് ചെയ്താൽ മതി. അടുത്ത് തന്നെ മഞ്ഞപ്പൊടി ഗൈസ്. കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി, വളരെ ഇച്ചിരി മതി കേട്ടോ. ഇവിടെ മഞ്ഞപ്പൊടിക്ക് തീരെ ഫാൻസി ഇല്ലാത്തൊരു വീടാണ്. ഇച്ചിരി മഞ്ഞപ്പൊടി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം ചൂടാക്കി വെച്ചിരിക്കുകയെന്ന്. ആ വിവരദോഷി ഇതിലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചതാണ്. നിങ്ങൾ ഇപ്പം തന്നെ പാൻ എടുക്കണ്ട. ആദ്യം നമ്മൾ ചെയ്യാൻ പോണ ചിക്കൻ്റെ മാരിനേഷൻ ആണ്. അതേ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവൾ അരിഞ്ഞതല്ല, ഉമ്മിച്ച് അരിഞ്ഞ് സൈഡാക്കി കൊടുത്താണ്. ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാം ഗൈസ്. ഡ്യൂ ടു കോപ്പിറൈറ്റ് റീസൺസ് ഐഷ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കാണിച്ചു തരാൻ പറ്റത്തില്ല. അമ്മച്ചി അത് കാര്യം ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതെന്താന്ന് കൂടെ പറയും. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആകെ അത്രേ ഉള്ളേ. നമുക്ക് നല്ല അതിന് വേണ്ടിയിട്ട് ഫാൻസി കുപ്പിയൊക്കെയാണ്. നമ്മൾ അങ്ങോട്ട് വേഗം ചെയ്യുമേ. ഈ ഐഷ എന്തൊരു സ്ലോ ആണ് ഗൈസ്. അങ്ങോട്ട് അവിടെ പോരട്ടെ കണ്ട ഞങ്ങൾക്ക് മറിയാം. ഉപ്പിട്ടില്ല. ഓ മൈ ഗോഡ്. ഉപ്പ് ഇപ്പം ഐഷ ഇത് ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ഓർക്കുള്ളായിരുന്നു. അല്ലെങ്കിൽ മനസ്സിലായി നമ്മൾ അറിയില്ല. ഓർക്കിത് പുറത്തെ ഐഷ അതേ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് പറഞ്ഞില്ല. എന്താണ് ഉണ്ടാക്കുന്നത്? നാടൻ ചിക്കൻ റോസ്റ്റ്. നാടൻ ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നാടൻ ചിക്കൻ റോസ്റ്റ് ഇങ്ങനെയൊന്നല്ല ഉണ്ടാക്കണത്. നിനക്കറിയോ? എനിക്കറിയോ. അങ്ങനെ ചമ്മിപ്പിച്ചത് കൊണ്ട് ഇനി ഇവളുമായിട്ടുള്ള ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ്. ഇനി ഇവളുമായിട്ട് നമ്മളൊരു ബന്ധമില്ല. കാരണം എന്നെ ചമ്മിപ്പിച്ച് വെളിച്ചെണ്ണ കിട്ടിയാൽ ഇങ്ങനെയാണോ പറയേണ്ടത്? പേടിപ്പിക്കുകയാണ്. വെളിച്ചെണ്ണ കിട്ടി. ഓ മൈ ഗോഡ് ഐഷ. വെളിച്ചെണ്ണയും കൊണ്ട് നിൽക്കണം ഐഷ. വെളിച്ചെണ്ണ കാണിച്ചത് ഉപ്പുണ്ടാ? ഉപ്പുണ്ട്. എരിവ് കുറച്ച് കുറവല്ലേ? നീ ടേസ്റ്റ് ചെയ്തേ. തീർന്ന് നമ്മൾ തീർന്ന്. ഇന്നെന്താ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുക? അതെ, ഞാൻ മറന്നുപോയി. ചിക്കൻ പാൻ കത്തിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അല്ലേ? അതെ. കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐഷയുടെ നാടൻ ചിക്കൻ കറി സൂപ്പർ ആയിരിക്കുന്നതാണ് ഐഷ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇവിടെ ഇല്ല. എന്നിട്ട് ആ എണ്ണയിലോട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ഐഷ സവാള എപ്പോൾ ആഡ് ചെയ്യും? നമ്മളിപ്പോൾ ആവി കയറ്റുക. ആവി കയറ്റേ? ഇനി അടുത്തത് 5 മിനിറ്റ്സ് വെയിറ്റിംഗ് ആണ്. പച്ചമുളക് ആ നേരത്തിൽ ഐഷ പച്ചമുളക് അരിയും. ഞാനപ്പോൾ എൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. എനിക്ക് വയ്യ ഗൈസ്. കണ്ടു, ഞാൻ ക്യാമറമാൻ അല്ലേ, എന്നെ കൂടി ചുമ്മാ പണിയെടുപ്പിക്കാൻ നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തന്നെത്താനെ ചെയ്യാം എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ശരി. പണിയെടുക്ക ഐഷ. ചൊറിയേ നല്ല മണം വരുന്നുണ്ടെന്നൊക്കെ അവള് തനിയെ കൈസ് തുറന്നു വെച്ചിട്ട് അവകാശപ്പെടുകയാണ്. എനിക്കറിയില്ലട്ടോ. ഞാൻ ഓ ഇനിയിപ്പോ കരിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് മണം വരാത്തേന്ന്. എനിക്കെന്താടി മണം ഇല്ലാത്ത? കരിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കാന്നാണ് തോന്നുന്നത്. ഒരു പീസിന് ഒറ്റക്കാക്കാൻ നോക്കി. ഒറ്റപ്പെടലോട്ട് ഇങ്ങനെ തള്ളിവിടാൻ നോക്കി. ഞാൻ രക്ഷിച്ചതാണ് ഈ പീസിന്. പച്ചമുളക് അരിഞ്ഞിട്ട് കൈ ചൊറിയുന്ന ഒരാളെ കാണിച്ചു തരട്ടെ. നോക്കിയേ, ചുവന്നൂന്നേ. ഞാൻ ഇവിടെ ഇളക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് തൈരും കൂടെ ഒഴിക്കാൻ. ഇതിനകത്ത് സൂപ്പർ ടേസ്റ്റ്. ഇല്ല, തന്തൂരി ചിക്കനകത്തൊക്കെ കണ്ടിട്ടില്ലേ? നാടൻ ചിക്കനകത്ത് ഇപ്പൊ ക്യാപ്സിക്കം വരും കേട്ടോ. നിങ്ങൾ ഏത് നാടൻ ചിക്കനിലെ ക്യാപ്സിക്കം കഴിച്ചതെന്ന് എന്നോട് പറഞ്ഞോട്ടോ. ഇന്നോവേറ്റീവ്. എങ്ങനെ?
ഇന്നോവേറ്റീവ്. സൈനപ്പ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ വാക്ക് പറയിപ്പിക്കായിരുന്നു. കഴിഞ്ഞോളം എന്താ പറഞ്ഞ ഇൻവെൻഷനാ കൺവെൻഷൻ. കഴിഞ്ഞ അവളോട് പറഞ്ഞ കൺവെൻഷൻ എന്നാണ് ഈ വാക്കിനെ. സൈനപ്പ് ഇങ്ങോട്ട് വരാണ് നമുക്ക് പറയിപ്പിക്കാം കേട്ടോ. എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണ്ട്. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതാണ് എണ്ണ കുറവാണെന്നേ. എന്നിട്ട് നീ വെള്ളം ഒഴിക്കാനോട് പറഞ്ഞേ. അല്ല ഗൈസ്, ഇത് ശരിയാവില്ല, ഈ പരിപാടി ശരിയാവില്ല. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്ത് കളറില്ല അല്ലേ? മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം, അപ്പൊ കളർ വരും. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ സാധനം അത് സൂപ്പർ ആയിരിക്കും ചേച്ചാ. ഓബ്വിയസ്ലി നമ്മളോട് പറയാണ്ട് ഒരു പ്രോസസ്സിലോട്ട് ഏർപ്പെട്ടോണ്ടിരിക്കും. ഇത് അടച്ചു വെക്കണോ ഇങ്ങനെ? വെച്ചോട്ട് കുഴപ്പമില്ലല്ലോ. ആ, കുറച്ച് അടച്ചിങ്ങനെ വെക്കാം. അപ്പൊ അതിന് ചിക്കനിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങും. ഇത് പൊരിക്കോ? ഞാൻ വെള്ളം ഇറക്കുമല്ല. ഇത് പൊരിക്കാ? എന്നതേ പൊരിക്കാണ്, പൊരിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിക്കാണ്. ഇതൊക്കെ ഒരു റെസിപ്പിയാണോ? തക്കാളി കഴിഞ്ഞിട്ടല്ലേ? തക്കാളിയാ? ഞാനൊരു സത്യാവസ്ഥ ഇപ്പോൾ അറിഞ്ഞത്. ഐശക്ക് കുക്കി അറിയില്ല. അല്ല, റെസിപ്പി പറഞ്ഞു. ഐശ റെസിപ്പി പറഞ്ഞു. തക്കാളി എന്നൊക്കെ പറയണ്ട്. തക്കാളിയും ക്യാപ്സിക്കും ആഡ് ചെയ്യാൻ പോവാട്ടോ ഗൈസ്. നിങ്ങൾ എനിക്കറിയില്ല, ഞാൻ ഈ ഒരു റെസിപ്പി വീഡിയോയിൽ ഇതുപോലൊരു ഫെയിൽ റെസിപ്പി വീഡിയോ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. ഇനി നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കണം. അതിനാദ്യം കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഐശ ഇതുവരെ അരിഞ്ഞില്ല. അരിയുന്നതിന് മുന്നേ ആ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്നാണ് ഐശ പറഞ്ഞത്. അതെടുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ട് ആ ഡോറ് തല്ലി പൊളിച്ച്. എന്താ സ്പെഷ്യല്? ചില്ലി ഫ്ലേക്സ്. അതാണ് സുഹൃത്തുക്കളെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അന്നേരം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം. സാധനം പകുതിയില്ലേ? പകുതി ആയിട്ടുണ്ട്. തന്നെത്താനെ നക്കി തിന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് പറക്കി തിന്നാം. ഓ, എന്തോ ഭാഗ്യം കൊണ്ട് തള്ള എനിക്ക് കിട്ടിയിട്ടില്ല. ബ്ലഡിൽ കൂടെ തള്ള ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അൺബിയറബിൾ സ്കിൽസ്. ആ മുഖം ഒന്ന് കാണിച്ച്. ഷെഫ് എന്തോ എടുത്തിട്ടുണ്ട്. ഷെഫ് എന്താണ് ഷെഫ് എടുക്കുന്നത്? കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സവാളയാണോ? സവാള ഞാൻ പറയും. ഞാനൊന്ന് പറയുന്ന സവാള ആഡ് ചെയ്യാൻ പോവുക. നമ്മൾ ചെറുതായിട്ട് അടിയിൽ പിടിക്കുന്നുണ്ട്, കാരണം നമ്മൾ പാത്രത്തിന്റെ കുഴപ്പവും പിന്നെ അല്ലാതെ ഐശ്വര്യ കുഴപ്പമില്ല. തീ താത്തി വെക്കാൻ മറന്നു. കുറച്ച് തീ താത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞ ഈ സവാള ഇങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് കുറച്ച് വേഗം ആഡ് ചെയ്യും. അടി പിടിച്ചോ? ആവേശം വരട്ടെ. കമോൺ. എന്തൊരു നല്ല മണമേ എനിക്ക് കിട്ടുള്ള കേസ്. എവിടെ നൈസ് എനിക്ക് കിട്ടും. ജലദോഷമാണ് പോയത്. ശാന്തത. മറ്റേ പീസ് ബിഫോർ സൈലൻസ് ബിഫോർ സ്റ്റോം. പൊള്ളി കൈ പൊള്ളി. അടുത്തത് ഞാൻ ഇനി ഹെൽപ്പ് ഇളക്കി. മാസ്റ്റർ ഷെഫിന്റെ കൈ പൊള്ളി ഗൈസ്. മാസ്റ്റർ ഷെഫിന് കൈ പൊള്ളി. ആകെ വിഷയം പൊള്ളിയോ? ചെറിയൊരു പൊള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. മണം കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്. തനിയെ വളർത്ത് തനിയെ അങ്ങ് സന്തോഷിക്കുക. നമ്മുടെ ഷെഫ് പിണങ്ങി പോയി, കാരണം ഞാൻ ഇടയ്ക്ക് കയറിയിട്ട് അവർക്ക് ഇൻഗ്രീഡിയൻസ് സജസ്റ്റ് ചെയ്തതുകൊണ്ട്. ഐസ എന്ത് ചെയ്യും നമ്മൾ ഇനി? എന്ത് ചെയ്യുമല്ലേ ഐസ? ഐസ നീയാണ് ഷെഫ്. കഷണ്ടിയോ? കശുവണ്ടി. ഓ, കാഷ്യൂനട്ട്. യു മീൻ കാഷ്യൂനട്ട്. ഇതെന്തേ? ഞങ്ങൾ പലതും സംസാരിക്കുക അല്ലേ ഐഷ? അവളോട് പറയേണ്ട ആവശ്യമില്ല. പന്നണ്ടാ ഇത് വെയിറ്റ് കേസ് സാധനം കാണിച്ചു. നമ്മൾ എന്താണ് നേരത്തെ അരച്ചു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെന്തായിരുന്നു ഇഞ്ചി ഒക്കെ കൂടെ അരച്ച പേസ്റ്റാണ് ഇത്. ഇതും നമ്മൾ ആ സവാളയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. സൈനത്താത്ത വന്നു. സൈന ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഇന്നോവേഷൻ മറ്റേത് പറ. എന്താ ഇന്നോവേറ്റീവ് എന്നാണ്? എന്തേനു? കൺവെൻഷൻ. ആ, അതല്ല അന്ന് നമ്മൾ പറഞ്ഞ വേർഡ് പറഞ്ഞു കൊടുത്ത്. ആ ചീറ്റിപ്പോയി. ആ ചീറ്റിപ്പോയി. കൊച്ചു പഠിച്ചു പോയി അല്ലേ? അപ്പൊ ഭാഗ്യ സ്നേഹം കഴിഞ്ഞു. ഇനി കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം.
നമ്മുടെ മാസ്റ്റർ ഷെഫിനെ ഇൻസൾട്ട് ചെയ്തേ, സൈനബ് ഇൻസൾട്ട് ചെയ്ത്. സവോള എനിക്ക് ചിക്കൻ പോലും കളഞ്ഞ പനീർ പോലും വരുന്നു. പൊക്കെ തിരിച്ചു വെക്കും, വരണ്ടിയില്ലായിരുന്നു പൊക്കോ. ഞങ്ങളുടെ നിനക്ക് തിന്നാൻ തരില്ല കേട്ടോ. ഷെഫിന് പറയാനുള്ളത് കൊടുക്കുന്നില്ല അവർക്ക് തിന്നാൻ. തിന്നാൻ കൊടുക്കണില്ല. ഉമ്മ ഷെഫ് കിടക്കും. ഉമ്മ ഷെഫ് ഇല്ല, നീ പൊക്കോ. ഉമ്മ മതി. പക്ഷെ ഇവക്ക് കൊടുക്കള്ള, നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്നെ ഐശാന്. ആരാണ് അതിനുണ്ടാക്കിയത്? അല്ല ചെയ്തില്ല എന്നിട്ട് ഞാൻ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത ഐശക്ക് ഇല്ല ഐശ. കുക്ക് ചെയ്യുന്നതിന് ഇമോഷണൽ സപ്പോർട്ട് വേണം. കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ ആഡ് ചെയ്ത സാൾട്ട് തികഞ്ഞില്ല, അതുകൊണ്ട് കുറച്ച് അധികം ഇപ്പൊ സവാള ഇട്ടോടെ കഴിക്കുന്നത്. കുറച്ച് അധികം സാൾട്ട് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ടൈം ഐഷയുടെ കൈ പിന്നെയും പൊള്ളിന്ന് 2 തവണ പൊള്ളിയത്. ഇനി സൈനബിൽ കണ്ണിച്ചോരിലിട്ടോ കൈ കണ്ടോ, അന്ന് എനിക്ക് ചോരയുണ്ട്. വെള്ളം. ഇനിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് തക്കാളി, ക്യാപ്സിക്കം ആൻഡ് സ്ലൈസ്ഡ് ചില്ലീസ്, മുളക്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി കുറച്ച് മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചെയ്യണില്ല. ഇതെന്താ ഇങ്ങനെ ചെയ്യണം? ഇത് മറ്റേ ചോറിന്റെ സാമ്പാർ നടത്തിയിടില്ല. അല്ല കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കോർണറിൽ, പിന്നെ കുറച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി എന്തൊക്കെ ആഡ് ചെയ്യും? കുറച്ച് മഞ്ഞപ്പൊടി, വെരി സ്ലോ ഗൈസ്. ഇച്ചിരി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഒന്നും അടയില്ല, പിന്നെ കുറച്ചൊന്നും അടയില്ല. ഇതങ്ങ് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യും നമ്മുടെ ബാക്കി ചിക്കനുമായിട്ട്. ഒരു സാധനത്തിന് കാണിച്ചിട്ട് ഇടയ്ക്ക് കൂടെ വന്നിട്ട് അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാൻ മാത്രം അറിയാം. കഴിഞ്ഞ ദിവസം വെച്ചാൽ അറിയോ എന്തുണ്ടാക്കിയ? ഇൻഡോമി. അടി ഉണ്ടാക്കല്ലേ? ഇൻഡോമി അല്ല, മറ്റേ വെള്ളം തിളപ്പിക്കുന്ന. നീ ഇവിടെ കേട്ടല്ലേ? അതെ, ഞങ്ങള് കേട്ടതാ. അയ്യോ അതൊന്നും പറഞ്ഞു കൊടുക്കുന്നേ, ചിരിച്ചു മാരിക്കും. ഉപ്പില് വെള്ളമാണോ വെള്ളത്തിലിപ്പാണോ ചോദിച്ച ടീമാണ് കേസ്. അവളാണ് ഇപ്പൊ പറയുന്നത്. മുഖം കാണിച്ച ചൂടിരുന്നു. എന്താ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടിയാ? ഇത് മല്ലിപ്പൊടിയാ. അറിയാൻ പാടില്ല, മണത്ത് നോക്കുമ്പോ എന്തോ അങ്ങനെയൊക്കെ എന്നൊക്കെയാ പറയണത്. നാളെ നമ്മളെ കാണുവാണെങ്കിൽ കഴിച്ചോക്കെ സീന, വിഷമിപ്പിക്കല്ലേ. അടിച്ച് ടേസ്റ്റ് കൊള്ളാവോ? നല്ല വാക്കുകളൊന്നും പറയാൻ പാടില്ല. പച്ച ചൊവയാണോ? കറി ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഒന്നും ടേസ്റ്റ് ചെയ്തില്ല. എരിവ് മാത്രമുണ്ട്. അത് നീ ചോദിക്കാൻ പ്രാന്ത. അതൊന്നുമില്ലല്ലോ, ഒരു ടേസ്റ്റും ഇല്ല. എരിവ് മാത്രമല്ലേ, ഉപ്പില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇത് മൂടി വെക്കാൻ പോവാണ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ഡിഷ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ലേശ തുറക്കുന്നത് കാണിക്കണമെന്ന്. അങ്ങനെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ നല്ല കുറുകിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കാണിച്ചെടുത്താം. നല്ല വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ കുറുകിയിട്ടുണ്ട്. ഇനി നമ്മള് ഇനി അടുത്ത് നമ്മൾ കുറച്ച് എന്താണ് കുറച്ച് ഡെക്കറേറ്റീവ്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഡെക്കറേറ്റീവ്സ് തീർന്നു പോയി. ഇത് നാടൻ ചിക്കൻ കറി അല്ല കേട്ടോ, ഇത് ഐഷാടെ കോണ്ടിനെന്റൽ ചിക്കൻ കറിയാണ്. നമ്മളതൊക്കെ പണ്ട് വിട്ടു തുടങ്ങിയപ്പോ കരിവേപ്പില ഇല്ലാത്തോണ്ട് ഓള് നാടൻ ചിക്കൻ കറിന്ന് പിന്മാറി എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇനി കുറച്ച് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒരു ഭംഗിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സൈനിപ്പം നെരിഞ്ഞ് മരിക്കും. നോക്കിക്കോ, ഞാൻ അതിന്റെ ക്ലിപ്സ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്.